ഓരാ പറഞ്ഞത് പോട്ടെ. ഞാനിവിടെ UK എത്തിയാണ് ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ബീഫ് കൂട്ടുന്നത്. ബീഫ് മാത്രല്ല, ചിക്കൻ അല്ലാണ്ട് ഒരു മീറ്റും നാട്ടിലുള്ളപ്പോ ഞാൻ കഴിച്ചിട്ടില്ല. ഒരു കോഴിക്കോട്ടുകാരായിട്ട് ഞാൻ എന്താ ഇത്രയും കാലം ബീഫ് കൂട്ടാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ ചിക്കൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഫേവറേറ്റ് മീറ്റ് ബീഫാണ്. അപ്പൊ ഇന്ന് ഞാനൊരു ബീഫ് റോസ്റ്റ് വെക്കാൻ പോവാണ്. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു പാത്രത്തിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ അകത്തേക്ക് 2 ഉള്ളിയും അത് വഴലാൻ വേണ്ടിട്ട് ലേശം ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റെടുക്കുക. അത് അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുമ്പോ അതൊന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് കുറച്ച് പെരുംജീരകം, ഏലക്ക, പട്ട അങ്ങനത്തെ ഹോൾ സ്പൈസസ് നിങ്ങളെ കൈമേലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു വലിയ തക്കാളിയും ഒരു 5-6 ചെറിയുള്ളി ഇട്ടിട്ട് കുറച്ചു നേരം കുക്ക് ചെയ്യുക. ആ ഗ്യാപ്പിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ബീഫിലേക്ക് ലേശം മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ചുപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നിങ്ങൾ എരിവിന് വേണ്ടത്ര മുളകും പാടിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 6-7 വിസിൽ അങ്ങ് അടുപ്പിക്കുക. ഇതിൻ്റെ അകത്തേക്ക് ഒരു ലേശം പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതായിട്ട് വരുമ്പോൾ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ആ വെന്ത ബീഫ് നമ്മൾ നേരത്തെ ആക്കി വെച്ച മിക്സിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ കാണുന്ന വെള്ളം മൊത്തം ബീഫ് ഇറങ്ങി വന്ന വെള്ളം കേട്ടോ. ഇനി ഇതൊന്നും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം വറ്റിച്ചെടുക്കണം. ഈ വറ്റിച്ചെടുക്കുന്നതിലാണ് ഇതിന്റെ ടേസ്റ്റ് ഉള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം ഡ്രൈ ആയിട്ട് വേണോ അത്രയും വറ്റിച്ചെടുക്കുക. എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണ്ടതിനെ കൊണ്ട് ഞാൻ ഇത്രേ വറ്റിച്ചുള്ളൂ. എന്നിട്ട് ഇത് ലേശം ചോറിന്റെയോ പൊറാട്ടാന്റെയോ ഒപ്പം തിന്നാ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഓക്കെ, ബൈ.